എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ABC ജ്യൂസ് എന്നൊരു സംഗതി ഉണ്ട്. ഉണ്ട് ആപ്പിൾ ബീട്രൂട്ട് അതെ ക്യാരറ്റ്. അതെ ഇത് കഴിച്ചിട്ട് ഒരു സിവിയർ ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ ആയിട്ട് വയറ്റുവേദനയായിട്ട് ഒരു പ്രായമായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകളാണ് ABC ജ്യൂസ്, കാനഡയിൽ നിന്ന് അവർ വന്ന് ABC ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു അച്ഛന് അത് വയറ്റുവേദനയായിട്ട് ഭയങ്കര നല്ല സ്കിന്നിനൊക്കെ ഭയങ്കര എന്നൊക്കെയാണ് നല്ല പറയപ്പെടുന്നത്. പക്ഷേ ഇദ്ദേഹം വന്ന് അഡ്മിറ്റ് ആയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ബോധവാനായത്. ABC ജ്യൂസിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു പഴങ്ങളിൽ നിന്നോ പച്ചക്കറിയിൽ നിന്നോ ഇലയിൽ നിന്നോ വന്നതുകൊണ്ട് ഇതിന് പാർശ്വഫലങ്ങളില്ല എന്ന് തെറ്റിദ്ധരിക്കാനേ പാടില്ല. ഈ ടേമറിക്ക് തന്നെ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന അളവിനപ്പുറത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ കൊടംപുളിയില്ലേ, ഗാർസീനിയ കമ്പോജിയ, അത് മീൻ കറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു പരിധിക്കപ്പുറം കഴിച്ച് പിന്നെ അവയവ തകരാറുകൾ വന്ന ആളുകളുണ്ട്. അവയവത്തിന് തകരാറാക്കാൻ മാത്രമുള്ള. അത് വടക്കൻ കേരളത്തിൽ ഈ ഇരുമ്പൻ പുളി എന്നൊരു സാധനമുണ്ട്. അത് ഉപയോഗിച്ചിട്ട് കിഡ്നി തകരാറായ ചെമ്മിപ്പുളി, നമ്മളിവിടെ ചെമ്മിപ്പുളി എന്നാണ് പറയുന്നത്. അതെ, ഇതിൻ്റെ അളവ് കൂട്ടി കഴിച്ചിട്ട്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റ് ആക്കി കഴിക്കുക, കലക്കി കുടിക്കുക, അങ്ങനത്തെ കൊളസ്ട്രോളിന് അങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നു. പക്ഷേ വടക്കൻ കേരളത്തിൽ കോഴിക്കോടാണ് അത് നടന്നത്. കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ഒരുപാട് പേര് കിഡ്നി തകരാറുമായി ഈ ഇരുമ്പൻ പുളി കഴിച്ച് അങ്ങനൊരു സംഗതി നടന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം റിലേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യുന്നത് അശാസ്ത്രീയവുമാണ്. ഓ സെയിം.